ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു കിഡിലൻ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്രീമും അതുപോലെ തന്നെ കേക്കും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബിസ്ക്കറ്റിൽ നിന്നാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കേക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിന് നമുക്ക് ആകെ വേണ്ടത് ബിസ്ക്കറ്റാണ്. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ക്രീമും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബൗൾ എടുത്ത് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ വെള്ള പേപ്പറിൽ നിന്ന് എങ്ങനെയാണ് ബട്ടർ പേപ്പർ ഉണ്ടാക്കാമെന്ന് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഓറിയോക്ക് പകരം ഇതേപോലെ ക്രീം വരുന്ന ബിസ്ക്കറ്റ് ബോർബോണൊക്കെ നിങ്ങൾക്ക് എടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഓറിയോ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ 120 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 24 ബിസ്ക്കറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് ഈ 2 പാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്രീമും അതേപോലെ തന്നെ കേക്കും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിസ്ക്കറ്റിലുള്ള ക്രീം ഒന്ന് മാറ്റിയെടുക്കണം. അതിൻ്റെ ബിസ്ക്കറ്റ് നമുക്ക് വേറൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്ക് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് ഇത്. കാരണം ക്രീമൊക്കെ നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രീമെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഞങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സ്ട്രോബെറി ഫ്ലേവർ വരുന്നതൊക്കെ എടുക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഞാനെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മളിനി പൊടിച്ചെടുക്കാൻ പോവുകയാണ്. പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുക. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാനിതേ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയുടെയൊക്കെ തരിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാലാണ് കേട്ടോ വേണ്ടത്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കേക്ക് ആയതുകൊണ്ട് തന്നെ ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നിങ്ങൾ സ്പൂൺ വെച്ചിട്ടായാലും ചെയ്താൽ മതി. ഞാനത് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരുപാടിട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് കേക്ക് ടിന്നിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസ് പോകാനായിട്ടാണ്. അപ്പോൾ അത് ഇനി നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി ഇവിടെ ഒരു കടായി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പോ എന്ത് വേണേലും എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു റിങ് ഇട്ടിട്ട് നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ടാവും, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 30-35 മിനിറ്റൊക്കെ എനിക്ക് എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതേ 30 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കത്തിയൊക്കെ വെച്ച് ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് തട്ടിയെടുക്കാം. ഇത് ഓൾറെഡി ഇളകി വന്നിട്ടുണ്ട്. സൈഡൊന്നും ഇളക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് തട്ടിയിട്ടാൽ മതി. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ മേൾഭാഗം കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതിനകത്തോട്ട് ക്രീം വെക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അത് കളയൊന്നും വേണ്ട കേട്ടോ, നമ്മൾക്കത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത പോർഷനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ദേ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലത്തെ ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ല ക്രീമി പരുവാക്കാനായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഓയിലാണ്. ഞാനവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തണുപ്പായതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട്.
അപ്പോൾ ഏകദേശം ഒരു ചെറിയ സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 2 സ്പൂണൊക്കെ വേണ്ടി വരുള്ളൂ എണ്ണ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഉണ്ടാവുക, പക്ഷേ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലോട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പാൽ വെച്ചിട്ടും മിക്സ് ചെയ്യാം, പക്ഷേ പാൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പിരിഞ്ഞ മാതിരി ഉണ്ടാവും കാണാനായിട്ട്, ക്രീം അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതേ നല്ല ക്രീമി ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒന്ന് ചോക്ലേറ്റി ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു സ്പൂണും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ട് ഉണ്ടാവുക, നല്ല ഗ്ലേസിങ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബട്ടർ ഉരുക്കിയത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നല്ല ചോക്ലേറ്റി ഫ്ലേവറൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായാലും കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ക്രീം അടിപൊളിയായി. ഇനി നമുക്ക് ഇത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ക്രീം ഇടുന്നതിന് മുമ്പായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ജസ്റ്റ് ഒരു 1/4 കപ്പ് ഷുഗറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി അതൊന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ചൂടാറിയതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ കൂടെ അതൊരു 3-4 സ്പൂൺ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു കേക്കിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ശരിക്കും നല്ല ചോക്ലേറ്റി ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. നമുക്കൊരു ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ കേക്കാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് കേക്ക് പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഞാൻ എല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുമ്മാ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറീസൊക്കെ വെച്ചിട്ട് ചെയ്യാം, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്താലും കുഴപ്പമില്ല, കുറച്ചുകൂടെ തണുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അഥവാ നിങ്ങൾ കുറേ നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കണം. അപ്പോൾ അതേ ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല പഞ്ഞി മാതിരി ഇരിക്കുന്ന കേക്കാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതേ ഇതാണ് അടിപൊളിയായിട്ടാണ് ഉള്ളത്. നല്ല ക്രീമും അതേപോലെ തന്നെ നല്ല ചോക്ലേറ്റ് ഫ്ലേവറിലെ കേക്കും ഒക്കെ കൂടിയായിട്ട് സൂപ്പറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം ഇതുപോലത്തെ റെസിപ്പീസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.